ഈ വെയിലത്ത് പൊരും വെയിലത്തൊക്കെ ഈ കൺസ്ട്രക്ഷൻ വർക്കിൽ ഫീൽഡ് ചെയ്യുന്ന നമ്മുടെ മുതലാളിച്ച് ഉമ്മയാണ്. ഉമ്മ പണിക്കാരന് കൂലി, ഹെൽപ്പർ 3 ഹെൽപ്പർമാരുണ്ട്. പേടിയാവും എനിക്ക്. മണ്ണ് ചെന്നിരാണ് കട്ട നല്ല വീഡിയോ ആണ് അല്ലേ? പറ്റി എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ ഓൾമോസ്റ്റ് ഇവിടെ സംഭവം കെട്ടി സെറ്റ് ആക്കിയിട്ടുണ്ട്. പെരിക്കൻ അതാരാ ഏതാ ഡി ഏയ് നോക്കിയ മോങ്ങാച്ചേ ഇവാ ഹായ്. ഈ ഒരു സംഭവം അല്ലേ എന്തിനായിരിക്കും? ഹലോ. അപ്പോൾ ഈ വേഷമെല്ലാം കണ്ടിട്ട് എന്താ പരിപാടി എന്നുണ്ടാവും അല്ലേ? ഫുള്ളും വേർത്ത് കുളിച്ചിട്ടുണ്ട് ഞാൻ, കണ്ടില്ലേ? കഷ്ടപ്പാടാണ് ഗൈസ്, കഷ്ടപ്പാട്. നമ്മളെ എന്താ പറയുക, ഈ വെയിലത്ത് പൊരും വെയിലത്തൊക്കെ ഈ കൺസ്ട്രക്ഷൻ വർക്കിൽ ഫീൽഡ് ചെയ്യുന്ന നമ്മുടെ ഈ തേപ്പ് പണി, പെയിൻറ്റിങ് അങ്ങനത്തെ ഉള്ള രീതിയിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ സമ്മതിക്കണം കേട്ടോ. ഈ വെയിലത്തൊക്കെ ചിലപ്പോൾ കുറച്ചൊക്കെ മഴ കിട്ടിയ കഴിഞ്ഞാൽ കുറച്ച് സമാധാനം കിട്ടും. അല്ലാത്ത പക്ഷമൊക്കെ നമ്മൾ ഈ കല്ലുപണി, കട്ടപ്പണി, തറപ്പണി അല്ലെങ്കിൽ അങ്ങനത്തെ തേപ്പ് പണിയൊക്കെ കണ്ടല്ലോ, രക്ഷയില്ല. അവരെ ബിഗ് സല്യൂട്ട് ചെയ്യണം. അമ്മാതിരി കുറച്ച് കഷ്ടപ്പാടാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് എന്ത് പ്രിപ്പറേഷൻ വെച്ചാൽ ഒന്നുമില്ല, നമ്മളെ ഈ വേഷം കണ്ടിട്ട് മനസ്സിലായിണ്ടാവും നിങ്ങൾക്ക്. അപ്പോൾ ചായ ഉമ്മ ചായ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏകദേശം 10 മണിയായിരുന്നോ? 10 മണിയായി തോന്നുന്നു. വെറുതെ ചായക്ക് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ നമ്മളെന്താ പരിപാടി വെച്ചാൽ ഇതാ സാധനങ്ങളൊക്കെ ഫുൾ ഇറക്കിയിട്ടുണ്ട്. ഇവിടെ പെരുക്കനും കൂട്ടിയിട്ടുണ്ട്, ഇവിടെ ഉച്ചകൂട്ടി വിടുന്നുണ്ട്. ഉമ്മ ചാടിക്കാൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പരിപാടി വെച്ചാൽ ഇതാ കട്ടകളൊക്കെ ഇറക്കിയിട്ട് നമ്മള് മതില് ഉണ്ടല്ലേ, മതില് കെട്ടാൻ പോവാണല്ലേ നമ്മള് ഫുള്ളും. അപ്പോൾ മതിലൊക്കെ മണ്ണൊക്കെ മാന്തി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി മതില് കെട്ടിക്കഴിഞ്ഞാല് കുറച്ച് മുൻപ് നമ്മള് മതില് കെട്ടാനുള്ള പ്രിപ്പറേഷനിലായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് സാഹചര്യം ഒത്തു കിട്ടിയത് അല്ലേ? സമുദ്രേ സമയം 9:45, ഇപ്പൊ 9:50. അപ്പൊ എന്താ പറയാനുള്ളത്? പെരുക്കൻ ചോദിക്കണ്ട്. അപ്പൊ പറയാൻ ഒരുപാടുണ്ട് കാര്യങ്ങള്. അതെ, എല്ലാ ഓൾറൗണ്ടറാണ്. അതെ, ഈ പണിയും ചെയ്യും, എല്ലാ പണിയും നമ്മൾ ചെയ്യും. അപ്പൊ ഉമ്മാടെ വലിയൊരു ആഗ്രഹമായിരുന്നു എന്ത്, നമ്മുടെ ഈ പരിപാടി, മതില് പരിപാടി ഇന്റർലോക്ക് ഇട്ടല്ലേ, ആൾക്ക് വലിയൊരു പരിപാടി എന്താ. അതെ, അപ്പൊ നമുക്കിവിടെ മതില് പണി നടക്കുന്നത് ആരുമല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ കുഞ്ഞിപ്പ അവറുകളാണ് കേട്ടോ. അപ്പൊ കുഞ്ഞിപ്പ എടുക്കുന്നുണ്ട്. അപ്പൊ കുഞ്ഞിപ്പാക്ക് ഹെൽപ്പറായിട്ട് ഞങ്ങൾ 3 പേരുണ്ട് ഗൈസ്. ഹെൽപ്പർ 3 പേരാണ്. 2 പേര് ഞങ്ങൾ, ഒരാള് സിമെന്റ് വാങ്ങിക്കാൻ. അതെ, ഞാനുണ്ട്, അതുപോലെ തന്നെ ഇക്ക, പിന്നെ ഉപ്പ സിമെന്റ് മേടിക്കാൻ പോയിക്കാണ്. അപ്പൊ കുറച്ച് വെയിലുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാല് പണി പാളും. മഴ പെയ്യാത്തതുകൊണ്ട് ഒരു ചെറിയ വെയിലും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. ആ വെയിലിൽ തന്നെ നമ്മൾ തന്നെ ഏകദേശം കണ്ടില്ലേ, കുറച്ച് പണിയൊക്കെ എടുക്കുമ്പോ നമ്മള് ടയർഡായി മൊത്തത്തില്. അപ്പൊ വെച്ചാല് നമുക്കപ്പൊ ഈ കലാപരിപാടിയിലോട്ട് കിടക്കാം കേട്ടോ. കണ്ടില്ലേ, പുതിയ ഹെൽപ്പർ. അപ്പൊ ഹെൽപ്പറിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടാ, ഹെൽപ്പറായിട്ട് വരാന്ന്. ഹെൽപ്പല്ല, മെല്ലെയൊക്കെ പണി ചെയ്യുള്ളൂ. അതെ, കൂലി 1500. നമ്മുടെ മുതലാളി ഇതാണ് കേട്ടാ. നമ്മുടെ മുതലാളിച്ച് ഉമ്മയാണ്. ഉമ്മ പണിക്കാരന് കൂലി, ഹെൽപ്പർ 3 ഹെൽപ്പർമാരുണ്ട്, അവർക്ക് കൂലി തരണം വിത്ത് ഫുഡും. എന്താ മുതലാളിച്ച് വിടുണ്ട് 3 ഹെൽപ്പറാണ് ഒരു പണിക്കാരന്, അപ്പൊ കൂലി ഉമ്മ തരണം. അപ്പൊ എന്താ മുതലാളിക്ക് എന്താ പറയാനുള്ളത്? നല്ല തങ്കമാന, എന്താ പറയാ, നല്ല നമ്മള് എന്താ പറയാ, ഒരു അടിപൊളി തങ്കമാന, നല്ല സൽസ്വഭാവിയായ ഒരു മുതലാളിച്ചാണ് കേട്ടാ. മുതലാളിച്ചിന്റെ പേരെന്താ? മുതലാളിച്ചിന്റെ പേരെന്താ? എന്തേര്? ഷെബീന. അപ്പൊ കൃത്യസമയമാകുമ്പോ വായ മക്കളെ ചായ കുടിക്കാന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ ആരെ വിളിക്കുക അല്ലേ? കൃത്യസമയമാകുമ്പോ ചായ, കൃത്യസമയമാകുമ്പോ ചോറ്, പണിക്കാർക്കുള്ള സെറ്റപ്പ്. അപ്പൊ എന്തായാലും കുഴപ്പമില്ല. എന്തായാലും പരിപാടിയൊക്കെ പെട്ടെന്ന് കഴിയാം നമുക്ക്. എന്തായാലും ഒരു 5 മണി 6 മണി 5 മണിക്കൊക്കെ കഴുകി വെക്കുമ്പോ കൂലിയൊന്നും ഉണ്ട് പോലെ. എന്ത് ചെയ്സ പറയുമ്പോ
അപ്പൊ അങ്ങനെ അപ്പൊ ഉമ്മ അടുക്കള പരിപാടി ചായ പരിപാടി കഴിഞ്ഞു. വന്ന് കഴിക്കും. ഉമ്മ അടുക്കള പരിപാടി ചായ പരിപാടി കഴിഞ്ഞിട്ടാ. ഓക്കെ ഞാൻ കണ്ടല്ലേ വെറുതെ ഇരുന്ന് ഇറക്കുന്നുണ്ടല്ലേ പണിയായിരുന്നു ഗൈസ്. കഷ്ടപ്പാട് പണി ഫുള്ളും കട്ട എടുക്കല് പിടിക്കല് അതൊക്കെ പണിയാണ്. അപ്പോൾ ഇനി കുഞ്ഞിപ്പനെ കുറച്ചൊന്ന് ഹെൽപ്പ് ആക്കട്ടെ. ഇക്കോടെ ഒറ്റയ്ക്ക് എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇനി കലാപരിപാടിയിൽ കടന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് വിഷയസ് എല്ലാം കാണാം. ഓക്കെ ബൈ ബൈ. അപ്പോൾ ഭയങ്കര വെയിലാട്ടാ. ഇപ്പൊ സമയം എന്ന് വെച്ചാല് ഏകദേശം 1:30 ഉണ്ടാവില്ലമ്മ. 1:30 മണിയല്ലേ? ഏകദേശം 1:30 മണി ആ സമയമായിട്ടാ. ഭയങ്കര വെയിലാ അല്ലേ? ഓ നടക്കുന്നില്ല. അപ്പോൾ ഇനി ഇവിടുത്തെ ഫുഡടി ഗൈസ് എളുപ്പമില്ല കേട്ടാ, സമ്മതിക്കണം. നമ്മുടെ വെയിലത്തുള്ള ഈ നമ്മളെന്താ പറയാ ഈ അത്രയും വെയിൽ കൊണ്ട് പണിയെടുക്കുന്ന കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ തേപ്പ് പണിയാണെങ്കിലും എന്തൊരു വർക്ക് പണിയാണെങ്കിലും എന്ത് പണിയാണെങ്കിലും പോലും നമ്മൾ ബിഗ് സല്യൂട്ട് ചെയ്യണം. കാശാൽ നടക്കില്ല. നമ്മൾ ഈ ഒരു ഫീൽഡിലോട്ട് ഹെൽപ്പായിട്ട് ഇറങ്ങുമ്പോഴാണ് അറിയണത്. സത്യം പറയാലോ നടക്കില്ല കേട്ടാ. വെയിലില്ലെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, പക്ഷെ വെയിലത്ത് നടക്കില്ല. നോക്കിയേ ഉണ്ടാ ഏകദേശം കട്ടവരിയൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടാ. കട്ടവരി കെട്ടിയിട്ടുണ്ട് എന്താ അവിടെ കുറച്ച് കെട്ടിയിട്ടുണ്ട്. പിന്നെ ചെയ്യണത് പിന്നെ അവിടെ കുഞ്ഞിപ്പയാണ്. അപ്പൊ പിന്നെ കുഴപ്പമില്ല, സമാധാനത്തിലൊക്കെ റെസ്റ്റ് എടുത്ത് അങ്ങനെ ചെയ്യാം. അങ്ങനെയാണ് കാര്യങ്ങൾ കേട്ടാ. ഇപ്പൊ ഇനി ഫുഡ് അടി കഴിഞ്ഞിട്ടൊക്കെ ഇന്ന് വെയിലൊക്കെ താന്നിട്ട് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. ടയർഡായി, മൊത്തം ടയർഡായി, ആകെ ഇടങ്ങേറായി. ഓക്കെ ഒരിക്കലൊക്കെ കൂട്ടിട്ടുണ്ടല്ലേ ഇതാ ഇവിടെ വേറെ ഹെൽപ്പർ. ടയർഡായി കഴിഞ്ഞു. റെസ്റ്റ് ആണ് സത്യത്തില്. അതെ റെസ്റ്റ് കഴിഞ്ഞ് നമ്മളൊരു 2 മണിയാകുമ്പോ വീണ്ടും ഇറങ്ങും. നിങ്ങൾ ചിലപ്പോ വിചാരിക്കണ്ടാവും ഈ മതിൽ പണീന്റെ വീഡിയോ ഒക്കെ ഇപ്പൊ എന്താ ഇടാനുള്ളതെന്ന്. സത്യം പറഞ്ഞാ നമ്മൾ ഈ വീടിന് വേണ്ടിയിട്ട് എന്ത് ചെറിയ കാര്യം ചെയ്യുകയാണെങ്കിലും അത് നമുക്ക് എല്ലാവർക്കും വലിയ സന്തോഷമാണ്. കാരണം വെച്ചാല് അത്രമാത്രം നമ്മള് ഈ വീടിനും കാര്യങ്ങൾക്കും എല്ലാത്തിനും വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും. അല്ലമ്മാ പണ്ട് എന്താ ഏതൊരു സിനിമയില് സായികുമാർ പറയും കോരിച്ചൊരിയണ മഴയത്ത് നീ കിടന്നിട്ടുണ്ടോന്ന്. അതുപോലെ നമ്മൾ ചെറിയൊരു വീടുള്ള സമയത്ത് ഒരുപാട് കഷ്ടങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. അന്നൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളായിരുന്നു, ഉമ്മാടെയൊക്കെ ആഗ്രഹങ്ങളായിരുന്നു ഒന്ന് ചോരാത്തൊരു വീട്. മാഷാ അല്ലാഹ് അത് നമ്മള് എങ്ങനെയായാലും അത് നമ്മൾ കെട്ടി കാരണം വലിയ സംഭവം എന്നല്ല പറയണത്, നമ്മള് അത് ചെയ്തു. പിന്നെ നമ്മുടെ ആഗ്രഹങ്ങളായിരുന്നു, ഉമ്മയുടെ ആഗ്രഹങ്ങൾ ബാക്ക് മതിലും സൈഡ് മതിലൊക്കെ കെട്ടണമെന്ന്, അതും ചെയ്തു. ഒക്കെ പെട്ടെന്നല്ലെങ്കിലും സമാധാനം എടുത്തിട്ട് ആരെയും കടം വാങ്ങി ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ ആ 10 രൂപ കൂട്ടി വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാ ചെയ്യുന്നത്. പിന്നെ ഉമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഫ്രണ്ടില് മതിൽ കെട്ടണം എന്നുള്ളത്. കാരണം വെച്ചാൽ ഇനി ഉണ്ണികളും എല്ലാരും വന്നു കഴിഞ്ഞാലേ പറയാൻ പറ്റില്ല ഇപ്പത്തെ കാലം. ചിലപ്പോ അവരിറങ്ങി ഓടും വണ്ടികളും ബൈക്കുകളും. പിന്നെ അത് മാത്രല്ല ഒരു വീടിന് അടച്ചുറപ്പ് വേണം. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ആഗ്രഹം ഉമ്മാക്ക് ഉണ്ടായിരുന്നു. അപ്പോഴേ കെട്ടണമെന്ന് വിചാരിച്ചതാ. പക്ഷെ അപ്പൊ കുറച്ച് ബഡ്ജറ്റ് പ്രശ്നമുള്ളതായതുകൊണ്ട് അപ്പൊ പറ്റില്ല. നമ്മള് എടുത്തു വെച്ചു. ഇന്നാണ് അത് പരിപാടി. സത്യത്തില് എല്ലാ സന്തോഷം, നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും സന്തോഷം മാത്രം. ഉമ്മയൊക്കെ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങളാണ്. അതെ ബഹുമാനപ്പെട്ട എന്താ 2 വാക്ക് പറയാനുണ്ട് എന്തെങ്കിലും? ഒക്കെ പെട്ടെന്ന് കാര്യങ്ങൾ ഉഷാറായി നടക്കട്ടല്ലേ? പറയാനുണ്ടെങ്കിലൊക്കെ ഒരുപാടുണ്ട്. മഴ വരുമ്പോ പേടിയാവും എനിക്ക്. എന്താ മണ്ണ് ചെമിരാണ്. മണ്ണ് കൊണ്ടുണ്ടാക്കിയ കട്ടയാണ്, സ്ത്രീ കട്ട എന്ന് പറയില്ലേ, അങ്ങനെ. അപ്പൊ അത് മഴ പെയ്യുമ്പോ നിരത്തി വെക്കും പാത്രം ചെമിരില്. പഴയ വീടിന്റെ ഫോട്ടോ സൈഡില് കൊടുക്കാന്ന് പറയും. പഴയ വീട് ഫോട്ടോ ഉണ്ടോ? നമ്മള് സൈഡില് കൊടുക്കാന്ന് പറയുമ്പോ എന്റെ പഴയ വീടിന്റെ ഫോട്ടോ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോ ചെറുക്കനൊരു 5 സെന്റ് സ്ഥലവും ഒരു ചെറിയൊരു വീടുമായിട്ട് മേടിച്ചാണ്. അവരാണെങ്കിൽ ഈ ലോണ് പാസ്സായപ്പോ തട്ടിക്കൂട്ടി എടുത്താണ് ആ വീട്. മട്ടിമരം കൊണ്ട് എന്നിട്ട് അങ്ങനെ എനിക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല. പാഴും എന്താ അങ്ങനെയൊക്കെ പറയും. അതുകൊണ്ടാണ് ഉത്തരം ഒക്കെ അതിങ്ങനെ മുറിഞ്ഞു. അപ്പൊ മഴ വരുമ്പോഴൊക്കെ എനിക്ക് നല്ല പേടിയാവും. പഠിച്ചവന് മഴ പെയ്ത എന്റെ ചെമ്മിരിടിയോ എന്റെ കുഞ്ഞു കുട്ടികളെയും വെച്ച് കിടക്കുകയല്ലേ റബ്ബേ. മഴ പെയ്ത അപ്പടി എണിച്ചിരിക്കും. ഞങ്ങള് പാത്രങ്ങൾ അങ്ങനെ വെച്ചിട്ട് എണിച്ചിരിക്കും. അങ്ങനെ അതുപോലെ മണ്ണ് ചെമ്മിര് മണ്ണല്ല, മണ്ണ് ഇഷ്ടിക കൊണ്ട് പണിതതാണ്.
പണ്ടത്തെ അവരൊക്കെ ചെയ്തതല്ലേ. അപ്പൊ ഞങ്ങളത് മേടിച്ചാണ്, ഒരു ചെറിയൊരു പെരയും അങ്ങനെ മേടിച്ചാണ്. അപ്പൊ നിരക്കനെ പാത്രങ്ങൾ വെക്കും. എനിക്ക് മഴ വരുന്നത് പറഞ്ഞാൽ എൻ്റെ വയറൊക്കെ കലങ്ങണ്ടെന്ന് ആ പെരയിലിങ്ങനെ കുത്തി 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 വെള്ളം ഇങ്ങനെ ചോരും. അതേപോലെ അകത്തൊക്കെ വെള്ളം ചോരും. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സുകൊണ്ട് എല്ലാവരുടെ പെരകളൊക്കെ കാണുമ്പോൾ അല്ലാഹുവേ നമുക്ക് ഇതുപോലെ ഒരു പെര വെച്ചിരിക്കാനും ഭാഗ്യം തരണ്ടേന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യും. നമസ്കരിക്കുമ്പോഴൊക്കെ ദുആ ചെയ്യും. അള്ളാഹു അത് സ്വീകരിച്ചു നമുക്ക് തന്നു. അപ്പൊ അതാണ് മക്കളും പറഞ്ഞത്, നമ്മൾ ഒരുപാട് ഒരുപാട് നമുക്ക് തന്ന് കഷ്ടപ്പാടിലൂടെ കയറി വന്നു. സഹായിക്കാനും ആരുമില്ല. നമുക്കന്ന് 10 രൂപ തന്ന് സഹായിക്കാനോ ഒന്നിനും ആരുമില്ല. അല്ല, മക്കളൊക്കെ ഒന്ന് വെള്ളം തോർന്നു ഇതായപ്പോ നിലക്ക് ഇങ്ങനെ കെട്ടിയിരിക്കാനുള്ളൊരു ഭാഗ്യം റബ്ബ് തന്ന്. അപ്പോ നമ്മൾ കടം കള്ളി വാങ്ങിയിട്ടല്ല, നമ്മളെ കയ്യിൽ മോൻ പറഞ്ഞ പോലെ ഇത്തിരി ഉള്ളത് എടുത്ത് വെച്ചിട്ട് ഓരോന്ന് ചെയ്യുക. ഇനിയിപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. റോഡല്ല, ഏത് നേരം വണ്ടികൾ പോയിക്കൊണ്ടേയിരിക്കും. വണ്ടികളൊക്കെ വന്നാല് ചിലപ്പോ അവര് പെട്ടെന്ന് ഓടി റോഡ് നായ്ക്കളുടെ ശല്യം കുറച്ച് കൂടുതലാണല്ലോ അല്ലേ? ശല്യം, പൂച്ചയുടെ ശല്യം. കാലത്തെണിച്ച് വരുമ്പോ അപ്പടി നിരത്തി ചിലപ്പോ തൂറിയിട്ടുണ്ടാവും, ചിലപ്പോ ചവിട്ടിയിലൊക്കെ നായ കയറിയിട്ടുണ്ടാവും. ഡെയിലി കഴുകണം. അപ്പൊ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ആയി. എല്ലാരും ദുആ ചെയ്യുക. അതെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഉമ്മയുടെ വിശേഷങ്ങൾ കേട്ടോ. അപ്പൊ നമുക്കിത് വെച്ചാല് ഇനിയിപ്പോ അടുത്ത ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മതിലൊക്കെ കിട്ടുന്ന ഇതിന്റെ ഒരു ഫുൾ വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ചായിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മുടെ വിശേഷങ്ങളും വീട്ടിലത്തെ വിശേഷങ്ങളും ഉമ്മയുടെ വിശേഷങ്ങളും നമ്മുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയിക്കാം. അപ്പോൾ ഓക്കെ ഇൻഷാ അല്ലാ. ഓക്കെ. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ കുഞ്ഞിപ്പോൾ ഏകദേശം കണ്ടില്ലേ, മതിലൊക്കെ കെട്ടി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഗേറ്റും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഗേറ്റ് മേടിച്ചിട്ട് കുറച്ച് കാലമായി. ഇനിയിപ്പോൾ അതൊക്കെ പെയിന്റ് അടിക്കണം. മൊത്തത്തിലാണ്ട് പെയിന്റ് അടിച്ച് സെറ്റ് ആക്കണം അല്ലേ. അപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ സംഭവം കെട്ടി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെയും കൂടി മാത്രം ബാക്കിയുള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞാൽ ഇത് ഓൾമോസ്റ്റ് സെറ്റാവും. പിന്നെ ബാക്കിയുള്ള പരിപാടിയൊക്കെ തേപ്പ് പരിപാടിയാണ് കേട്ടോ. പിന്നെ പെയിൻറ്റിങ് കാര്യമൊക്കെ അടിക്കണം. അപ്പോൾ സംഭവങ്ങൾ ഏകദേശം ഉഷാറായിക്കൊണ്ടിരിക്കുന്നു അല്ലേ? സംഭവങ്ങളൊക്കെ ഏകദേശം ഉഷാറായി. ഇനി കുറച്ചും കൂടിയും ഇനിയിപ്പോൾ ഗേറ്റ് ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ അത് നാളെ മറ്റന്നാൾ പറ്റുള്ളൂ. ഒരു ദിവസം ഗ്യാപ്പ് ഇടണം. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇത് കെട്ടാൻ പറ്റില്ല. നമ്മള് ലോക്കായി പോകും. അതുകൊണ്ട് ആ ചെറിയ ഗ്യാപ്പ് ഇട്ടോ അവിടെ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വേണ്ടിട്ടാണ് ഒരു ഗ്യാപ്പ്. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഗേറ്റ് തുറന്നാ പിന്നെ ഇത് അടയ്ക്കും. പിന്നെ തേപ്പും കാര്യങ്ങളും തുടങ്ങും. നമ്മൾ ഈ ഒരു വീഡിയോ മാക്സിമം എത്ര ദിവസം എടുക്കുന്നോ അത്രയും ദിവസത്തെ കുറച്ച് ഭാഗങ്ങളായിട്ടാണ് ഇടുന്നത്. പിന്നെന്താ പറയാൻ വന്നത്, അങ്ങനെ ഇന്നത്തെ പണിയായിരുന്നു ഇത് അല്ലേ? അതെ. അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ. പിന്നെ അധികം വെയിലില്ലല്ലോ. ഇല്ല, എന്ന് വെച്ചാൽ ഇടയ്ക്കൊരു മഴ പെയ്തു. ഒരു ടാസ്കാണ് അല്ലേ. അപ്പൊ ഒരു ബംഗാളി കട്ടായിപ്പോ സത്യം പറഞ്ഞാല് അല്ലേ? ഒരു ബംഗാളി കട്ടായിന്ന് പറയാ. ഒരു ബംഗാളി കട്ടായിപ്പോ മൊത്തത്തില്. ഇതാണ് അവസ്ഥകൾ നമ്മുടെ ഓരോ ഇത്. അപ്പൊ ഇപ്രാവശ്യം അധികം ചൂടൊന്നും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്താ പറയാ വെച്ചാല് ഭയങ്കര ഇടയിലൊരു മഴ കിട്ടി. ആ ഒരു മഴ കിട്ടിയപ്പോൾ നമ്മൾ ടാർപ്പാക്കിട്ടെല്ലാം മൊത്തം മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സീനില്ല. പക്ഷെ ചൂടാണെന്നുണ്ടെങ്കിൽ നടക്കൂല കേട്ടോ, ഒരു രക്ഷയില്ല. വൻ ടാസ്ക്കാണ്. നമ്മുടെ കണ്ണനുണ്ട് ഇവിടെ. കണ്ണൻ നമ്മുടെ വൻ തലമുറ അല്ലേ? സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ടിട്ട് എന്താ അഭിപ്രായം? നല്ല വീഡിയോ ആണോ അതോ? നല്ല വീഡിയോ ആണ് അല്ലേ? ബജ്ജി എങ്ങനെ ഉണ്ടായിരുന്നു? 4 മണിക്ക് ബജ്ജി കഴിച്ചിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു പറഞ്ഞ്. കുറച്ച് ഉപ്പും വീഡിയോ കണ്ടിട്ട് അപ്പൊ നമ്മുടെ മതിൽ പരിപാടി എല്ലാം കഴിഞ്ഞ് ഒന്ന് നാളത്തെയും കൂടി, നാളല്ല ഒരു മറ്റന്നാളാണ് പിന്നെ അടുത്തൊരു പരിപാടി എല്ലാം കഴിഞ്ഞ് ഫൈനലായിട്ട് നമുക്ക് കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ. അപ്പൊ ഓക്കെ. പെരിക്കൻ അത് ആരാന്നറിയോ?
പെരിക്കലടിക്കുന്നത് നോക്കിയേ. ഇതാ നമ്മുടെ ബഹുമാനപ്പെട്ട ഉപ്പ അവറുകളാണ് നമ്മുടെ മതിൽപ്പണി തേപ്പണി കണ്ടല്ലേ. ഏതാ ഡി ഏയ് നോക്കിയേ മോങ്ങാച്ചേ മോങ്ങടിച്ച ഏയ് പെട്ടെന്നെ പെടാട്ടാ. വീഡിയോ എടുത്തപ്പോ ഒന്നുകൂടി ഫാസ്റ്റ് കൂടി ഗായ്സ്. ഉപ്പാക്ക് പിന്നെ എല്ലാവിധ പണി അറിയാമല്ലോ. ഇതൊക്കെ അല്ലേ സെറ്റാക്കിയതാ കണ്ട. അവിടെ ഉപ്പയും ചെയ്യുന്നുണ്ട്, ഇക്ക അവിടെ പരിപാടി ചെയ്യുന്നുണ്ട്. എന്നാ ഇതിൽ കുറച്ചുകൂടി ഇപ്പൊക്കെ ഇക്ക പരിപാടി ഇവിടെ ഉണ്ട്. ആ അതെ അതെ പണിക്കാരിതാ ഒരു കുഞ്ഞിപ്പാടുണ്ട്, ഉപ്പാടുണ്ട്. അപ്പൊ അടുത്തത് നമ്മൾ ഉടായ്പ പണിക്കാരി നമ്മൾ ഉടായ്പ പണിക്കാരനാ. അപ്പൊ 2 പണിക്കാർക്ക് 2 ഹെൽപ്പറായിട്ടാ. ഓക്കെ പരിപാടി കഴിഞ്ഞു. ഇനി വീണ്ടും കൂടെ കിട്ടാ. ഇത് അടുത്ത നമ്മളെ കുഞ്ഞിപ്പാനെ പണി നോക്കാം. എന്താ കുഞ്ഞിപ്പ അവിടെ കണ്ടല്ലേ ഫുള്ള് മിനിക്ക് വരുന്നുണ്ട്. കുഞ്ഞിപ്പ ഈ സൈഡിൽ നിന്ന് ഉപ്പ ആ സൈഡിൽ നിന്ന്. പെട്ടെന്ന് പരിപാടി കഴിയും. ഇപ്പാ ഹായ്. ഇനിയിപ്പോ ഫുള്ള് പണിയിലാകുമ്പോ കുഞ്ഞിപ്പൊന്നും മിണ്ടില്ല കേട്ടാ. കുഞ്ഞിപ്പറുണ്ട് പണിയിലാകുമ്പോ കുഞ്ഞിപ്പോ മിണ്ടില്ല. കുഞ്ഞിപ്പ പണിയിൽ മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ ഓൾമോസ്റ്റ് ഒക്കെ പെട്ടെന്ന് തന്നെ പരിപാടി എല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ആവട്ടെ. അപ്പം എന്തായാലും പരിപാടി എല്ലാം പെട്ടെന്ന് സെറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇതായാലും കുറച്ചുകൂടി പരിപാടി എല്ലാം കഴിഞ്ഞിട്ടെല്ലാം നമുക്ക് വരാം കേട്ടോ. ഓക്കെ ചായ കൂടി കഴിഞ്ഞു. പണികൾ വർക്കിങ്ങിലാണ് ഫുൾ. നമ്മുടെ കുഞ്ഞിപ്പ അവിടെ പണിയൊക്കെ സെറ്റ് ആകുന്നുണ്ട്. എന്തിനാണ് ഈ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവമല്ലേ എന്തിനായിരിക്കും കുഞ്ഞിപ്പനട്ടാ ഫുള്ളും നമ്മുടെ ഈ ഇതിനൊക്കെ വേണ്ട ഹെഡ് വെക്കണ്ടേ. അപ്പോൾ അതിനുവേണ്ടി കുഞ്ഞിപ്പന്നെ പ്രിപ്പറേഷൻ ചെയ്യാണ്. എന്താ അത് ഇങ്ങനെ ആയിട്ട് വരും കണ്ടോ. കുഞ്ഞിപ്പ വെച്ചുള്ളത് കണ്ടോ. ഇതുണ്ടാക്കിയത് കുഞ്ഞിപ്പ ഹെഡായിട്ട്. അപ്പോൾ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരെണ്ണം കൂടി ഉണ്ടാക്കുക കുഞ്ഞിപ്പതാ. അപ്പോൾ ഇത് കണ്ടില്ല. ഇനി ഇതുപോലെ നമുക്ക് കട്ടൊക്കെ വെച്ചിട്ട് ഫൈനൽ നമുക്ക് സ്റ്റേജ് നമുക്ക് ഏകദേശം ഇങ്ങനെ ആവും ഉണ്ടാ. ഈ ഒരു സെറ്റപ്പിലാവും കേട്ടോ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ പറഞ്ഞ തല. എന്താ ക്ഷീണിതനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഇക്കുണ്ട്. പണി എല്ലാവരും വന്ന് ക്ഷീണിതനായിട്ട് ഇക്കാട്ടാ ഫുള്ളും. ഇതാണ് നമ്മുടെ കോലം. ഫുള്ള് പണിയാ. തേച്ചിട്ടുണ്ട്. പരിപാടി ഉണ്ടാ ഫുള്ള് തേച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇത് ഫുൾ പണി കഴിക്കാനുണ്ട്. ഇനി നാളത്തെ കൂടി പണിയുണ്ട്. നാളത്തെ കൂടി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഫുള്ള് തേച്ച് സെറ്റപ്പ് ആക്കാം നമുക്ക്. ഓക്കെ